വടകരയിൽ നിന്നും കുറ്റ്യാടി വഴി മൈസൂരിലേക്ക് പുതുതായി അനുവദിച്ച KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വടകര പുതിയ സ്റ്റാൻഡിൽ വെച്ച് നടന്നു. MLA മാരായ KK രമ, KP കുഞ്ഞമ്മദ്കുട്ടി, EK വിജയൻ എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകരയിൽ നിന്നും കുറ്റ്യാടി വഴി മൈസൂരിലേക്ക് പുതുതായി അനുവദിച്ച KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വടകര പുതിയ സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ MLA മാരായ KK രമ, KP കുഞ്ഞമ്മദ്കുട്ടി, EK വിജയൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉദ്ഘാടന ശേഷം MLA മാരും ഉദ്യോഗസ്ഥരും കയറിയ ബസ് പുതിയ സ്റ്റാൻഡിനെ വലയം വെച്ചു. ബുധനാഴ്ച സർവീസ് ആരംഭിക്കുന്ന ബസ് പുലർച്ചെ 4:45 വടകരയിൽ നിന്നും പുറപ്പെട്ട് 10:30 മൈസൂരിൽ എത്തിച്ചേരും. മൈസൂരുവിൽ നിന്നും ഉച്ചയ്ക്ക് 11:30 തിരിക്കുന്ന ബസ് വൈകിട്ട് 5 വടകരയിൽ തിരിച്ചെത്തും. മന്ത്രി ഗണേഷ് കുമാറിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് ബസ് അനുവദിച്ചത്. നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ വളരെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു വടകരയിൽ നിന്ന് കുറ്റ്യാടി വഴി, നാദാപുരം വഴി കുറ്റ്യാടി വഴി മൈസൂരിലേക്ക് ഒരു വണ്ടി വേണമെന്നുള്ളത്. അത് വലിയ അനുഗ്രഹമാണ് ഇവിടുത്തെ കച്ചവടക്കാർക്കുമൊക്കെ. രാവിലെ തുടങ്ങി തിരിച്ചിവിടെ തന്നെ എത്തുന്ന രൂപത്തിലേക്ക്. അപ്പം ആ വലിയ ഒരു ആഗ്രഹമാണ് ഇന്ന് സഫലമായത്. വലിയ ഉത്സവ പ്രതീതിയോടുകൂടിയുള്ള ഏറ്റവും സന്തോഷകരമായൊരു സാഹചര്യത്തിൽ 3 MLA മാർ ചേർന്ന് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി ഈ യാത്ര, ഈ റൂട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കിഴക്കൻ മലയോര മേഖലകളിലെ ജനങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വളരെ അനുകൂലമായ നിലപാടുകളാണ് തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ട് നിന്നും തൊട്ടിൽപ്പാലത്തേക്കും മാനന്തവാടിയിലേക്കും രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ടൗൺ ടു ടൗൺ സർവീസ് 12 സർവീസ് 6 ബസ്സുകൾ അനുവദിക്കാമെന്ന് തീരുമാനിക്കുകയും അതിൽ 2 ബസ്സുകൾ ഓടിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2 ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ആ കൂട്ടത്തിൽ ആവശ്യപ്പെട്ടതാണ് മൈസൂരിലേക്ക് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് എളുപ്പം എത്തിച്ചേരാൻ, പ്രത്യേകിച്ചും കച്ചവടക്കാർക്കും യാത്രക്കാർക്കും എല്ലാം ടൂറിസ്റ്റുകൾക്കും എല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു സർവീസാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും അനുഗുണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ റൂട്ടുകളെല്ലാം അനുവദിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിന് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ. കേരളത്തിൻ്റെ ഏറ്റവും പഴയ പൊതുമേഖലാ സ്ഥാപനം സർവീസ് എന്ന നിലയ്ക്ക് KSRTC നടത്തുന്നതിൻ്റെ ഭാഗമായി വലിയ തോതിലാണ് ബസ്സുകൾ ചെറുതും വലിയതും റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് വളരെ വേഗതയിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലും വിവിധങ്ങളായ മേഖലകളിലേക്ക് ഇപ്പോൾ വാഹനങ്ങൾ പുതുതായി KSRTC ബസ്സുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മൈസൂർ ബസ് പ്രത്യേകിച്ച് നല്ല സമയത്താണ്, ശേഷം ചൂടില്ലാതെ കാലത്ത് 10 മണിയാകുമ്പോഴേക്കും മൈസൂരിൽ എത്താവുന്ന തരത്തിൽ രാവിലത്തെ ട്രിപ്പ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നത് സന്തോഷകരമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മേഖലകളിൽ വളരെ സഹായകരമായിരിക്കും പൊതുജനത്തെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബാംഗ്ലൂർ റൂട്ട് കൂടി കിട്ടണമെന്ന ആവശ്യം പരിഗണനയിലുണ്ട്. പക്ഷേ അഗ്രിമെൻ്റ് പുതുക്കിയാലേ അത് കിട്ടൂ എന്ന താമസം ഇതിന് പിന്നിലുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ബസ് സൗകര്യം ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമം നടത്തിക്കൊണ്ട് വളരെ ലാഭകരമായ ഒരു ട്രിപ്പാക്കി ഇതിനെ മാറ്റാൻ ജനങ്ങളുടെ സഹകരണം ഞാൻ. ചടങ്ങിൽ ATO PE രഞ്ജിത്ത്, ഇൻസ്പെക്ടർ S ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.